പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് ഇന്ത്യയിൽ വസ്തു വാങ്ങാനൊരുങ്ങുമ്പോൾ ചില കാര്യങ്ങൾ അറിയണം. വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തുന്നവരാണ് പ്രവാസികൾ. നാട്ടിലേക്ക് മടങ്ങാനുള്ള പദ്ധതി, കുടുംബത്തോടൊപ്പം ഒത്തുകൂടാനുള്ള ആഗ്രഹം, സുരക്ഷിതമായ സ്വത്ത് എന്നിങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളും പലതാണ്. എന്നാൽ നിക്ഷേപങ്ങൾ പലതും ആദായകരമല്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സെന്റർ ഫോർ ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് ചെയർപേഴ്സൺ ഉമാ ശശികാന്ത് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിലെ നഷ്ടസാധ്യതകൾ ചൂണ്ടിക്കാട്ടി. ഫ്ലാറ്റുകൾ പഴഞ്ചനായേക്കാം. വാസ്തുശില്പ രീതികൾ വേഗത്തിൽ മാറുകയാണ്. 5 മുതൽ 10 വർഷം മുമ്പ് വാങ്ങിയ ഫ്ലാറ്റുകളിൽ പോലും ആധുനിക സൗകര്യങ്ങൾ കുറവാണ്. പുതിയ വീടുകളിലെ സൗകര്യങ്ങളും വാസ്തു സൗന്ദര്യവും ഇവയ്ക്ക് അന്യമാകുന്നു. ഇത്തരം വീടുകളുടെ വിൽപ്പന മൂല്യം കുറയുന്നു. കുടുംബ ആവശ്യങ്ങൾ നിയന്ത്രണം കുറയ്ക്കാം. പല പ്രവാസികളും മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടിയാണ് വീടുകൾ വാങ്ങുന്നത്. വാസ്തു അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ നിയമപരമായ ഉടമസ്ഥത ഇല്ലാതാക്കും. വാടകയോ വരുമാനമോ നൽകാത്ത ഒരു നിക്ഷേപമായി ഇത് മാറുന്നു. രൂപയുടെ ഇടിവ് ബാധിക്കും. ഡോളർ പോലുള്ള ശക്തമായ കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യം ഇടിയുകയാണ്. സ്വത്തുവില ഉയർന്നാലും വിദേശ കറൻസിയിലേക്ക് തിരികെ മാറ്റുമ്പോൾ ആ നിക്ഷേപത്തിൻ്റെ യഥാർത്ഥ മൂല്യം ചുരുങ്ങും. പലരും വസ്തു വാങ്ങുന്നത് കുടുംബ സമ്മർദ്ദം മൂലമാണ്. മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടിൽ സുരക്ഷാ കേന്ദ്രം ആഗ്രഹിക്കുന്നു. എന്നാൽ കുട്ടികൾ വിദേശത്ത് സ്ഥിര താമസമാക്കുന്ന പക്ഷം ഈ സ്വത്തുക്കൾ പലതും വിൽക്കുവാൻ പ്രയാസമുള്ള ആസ്തികളാകും. വിദേശത്ത് നിന്ന് നിയന്ത്രണം, ചിലവ് കൂടുതലായതിനാൽ പലരും അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കുന്നു. വീട് വാടകയ്ക്ക് നൽകുന്ന പക്ഷം വാടകക്കാരുമായുള്ള ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള ബുദ്ധിമുട്ടാണ്. വിദഗ്ധരുടെ ഉപദേശം: താമസിക്കുന്ന രാജ്യത്ത് തന്നെ സ്വത്ത് വാങ്ങുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ഗുണകരമാണ്. നിയമങ്ങൾ അറിയുന്നതിനാൽ നിയന്ത്രണം എളുപ്പമാകും. കൂടാതെ അധിക വരുമാനവും നേടാം. മക്കൾക്ക് സ്വത്ത് കൈമാറാനും സൗകര്യമുണ്ട്. രൂപയുടെ ഇടിവ് ഉണ്ടാവുകയുമില്ല.